പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിത്തരണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനും പ്രാർത്ഥിക്കാനും പരിശ്രമിക്കുക. ഇന്ന് എത്രയോ പേരാണെന്നറിയാമോ തടസ്സങ്ങളിലൂടെ, ഒത്തിരി തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നത്. ചിലർ സ്ഥലം വിൽക്കാൻ പരിശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റാതെ വല്ലാതെ നിരാശപ്പെട്ട് ഇരിക്കുന്നവരെയൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ തടസ്സങ്ങൾ നേരിടുന്നവർ, ഇനി സ്ഥലം വാങ്ങാൻ പരിശ്രമിച്ചിട്ട്, വീട് വയ്ക്കാൻ പരിശ്രമിച്ചിട്ട് തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, എത്ര ഡോക്ടേഴ്സിനെ കണ്ടിട്ടും എത്ര മരുന്ന് എടുത്തിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവർ, അത്തരണത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, എത്ര വിവാഹാലോചനകൾ വന്നാലും വിവാഹം തടസ്സപ്പെട്ടു പോകുന്ന വ്യക്തികൾ, എത്ര പരിശ്രമിച്ചിട്ടും ബിസിനസ് മേഖല അഭിവൃദ്ധിപ്പെടാതെ തടസ്സത്തിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ എത്രയെത്ര തടസ്സങ്ങളാണ് മനുഷ്യർക്ക്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്നാണ്. തടസ്സങ്ങളെല്ലാം തകർക്കാൻ കഴിയുന്ന, തടസ്സങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരാൻ കഴിവുള്ള, കരുത്തുള്ള, സർവശക്തൻ സർവാധിപനുമായ ഈശോയാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. വചനം പറയുമല്ലോ, സങ്കീർത്തനം 107:16, എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നിങ്ങൾക്കെതിരെ ഏതെങ്കിലും പൈശാചികമായ ശക്തികൾ, അന്ധകാര വ്യൂഹങ്ങൾ, തിന്മയുടെ അരൂപികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യനാഥൻ്റെ കരുത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും ഞാൻ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ദിവ്യകാരുണ്യനാഥ അങ്ങ് ശക്തമായി ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റി അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. ഈശോ സ്നേഹമുള്ള ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.